ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും നാളെയുമായി 12-ാം തീയതി മുതൽക്കാണല്ലോ ആരംഭിച്ചത്. നാളെ സഭാ സമ്മേളനം അവസാനിക്കുമെന്നുള്ളതാണല്ലോ അറിയാൻ സാധിക്കുന്നല്ലോ. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ UDF ഏകോപന സമിതി യോഗം ഇന്ന് ചേരുന്നു. യോഗത്തിന്റെ പ്രധാന അജണ്ട എന്തൊക്കെയാണ്? യോഗം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്, ശാലിനി? ലക്ഷ്മി, മാർച്ച് അവസാനം വരെ നീണ്ടുനിന്ന ഏകദേശം ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനത്തിനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ സമ്മേളനം ആരംഭിക്കുകയും ചെയ്തത്. നയപ്രഖ്യാപനത്തോടുകൂടി ഗവർണർ സഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യം, തീയതി പ്രഖ്യാപനം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ കാലാവധി വെട്ടിച്ചുരുക്കിയത്. നാളെയാണ് സഭാ സമ്മേളനം അവസാനിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 12-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചത്. പുനരാരംഭിച്ച ഘട്ടത്തിൽ അതിനു തൊട്ടു മുൻപ് നടന്ന ബജറ്റ് അവതരണത്തിന്റെ ചർച്ചകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർന്നത്. നാളെയും സമാനമായി തന്നെ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ബജറ്റിന്മേലുള്ള ചർച്ചകൾ തുടരും. നാളെ 4 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കിയാകും നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുക. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാത്തത്. നിയമസഭാ സമ്മേളനം കടക്കാത്തതും അത് തന്നെയാണ്. വോട്ട് ഓഫ് അക്കൗണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പാസ്സാക്കിക്കൊണ്ട് സഭ വിരിയും. ഒപ്പം തന്നെ സമ്പൂർണ്ണ ബജറ്റ് അടുത്ത സാമ്പത്തിക വർഷമാണ് പാസ്സാക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സഭാ നടപടികൾ നാളെ അവസാനിക്കാൻ പോവുകയാണ്.